ഭക്തിസാന്ദ്രമായ ഈ സായം സന്ധ്യയിൽ ദീപാരാധന കാഴ്ചയ്ക്കായി ഇനി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. വരാഹം സദാഹം നമാമി, അഹം പ്രത്യഹം ത്വാം സ്മരാമി. വരാഹം സദാഹം നമാമി. ഇത് ശ്രീവരാഹം ലക്ഷ്മി വരാഹ ക്ഷേത്രം. ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി വരാഹരൂപത്തിൽ അഭയമരുളുന്ന ദേവസ്ഥാനം. കേരളത്തിൽ വരാഹമൂർത്തി പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീവരാഹം ലക്ഷ്മി വരാഹ ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തായാണ് ശ്രീവരാഹം ലക്ഷ്മി വരാഹ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വരാഹമൂർത്തിയുടെ അനുഗ്രഹം ഇവിടെ പരിലസിക്കുന്നത് കൊണ്ടാവാം ഈ പ്രദേശം ശ്രീവരാഹം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വൈകുണ്ഠസ്ഥിതനായ സാക്ഷാൽ മഹാവിഷ്ണു വരാഹാവതാരം എടുത്തതിനെപ്പറ്റി നമ്മുടെ പുരാണങ്ങളിൽ പരാമർശിക്കുന്നു. ഭാഗവതം തൃതീയ സ്കന്ധം, ദേവീഭാഗവതം 8-9 സ്കന്ധങ്ങൾ, അഗ്നിപുരാണം 4-ാം അധ്യായം, പത്മപുരാണം ബ്രഹ്മഖണ്ഡം 91-ാം അധ്യായം എന്നിവിടങ്ങളിലാണ് വരാഹ അവതാരത്തെ പരാമർശിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥാപിക്കപ്പെടുന്നതിനു മുമ്പ് ശ്രീവരാഹ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടുവെന്നാണ് ഐതിഹ്യം. ഭൂമിയിൽ അനന്തശയനമൂർത്തിയെ പ്രതിഷ്ഠിക്കുന്നതിനു മുമ്പ് ഈ ഭൂമിയെ തന്നെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന അവതാരമൂർത്തിയെ പ്രതിഷ്ഠിക്കണമെന്ന് ദേവപ്രശ്നം വിധിച്ചെന്ന് പറയപ്പെടുന്നു. തിരുവനന്തപുരത്ത് മുറജപത്തിനെത്തുന്ന നമ്പൂതിരിമാരുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ശ്രീവരാഹം ക്ഷേത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നു. മിക്കവാറും പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പന്നിയൂർ ഗ്രാമക്കാരുടെ കേന്ദ്രമായിരിക്കണം ഇവിടെയെന്ന് അനുമാനിക്കപ്പെടുന്നു. കേരളത്തിൽ ലക്ഷ്മി വരാഹ പ്രതിഷ്ഠയുള്ള മറ്റൊരു ക്ഷേത്രം പന്നിയൂരാണ്. പന്നിയൂരും ശ്രീവരാഹവും തമ്മിൽ അഭേദ്യമായ ബന്ധം കണക്കാക്കുന്നു. പാലക്കാട് ജില്ലയിലെ ആനക്കര പഞ്ചായത്തിൽ കുറ്റിപ്പുറം തൃത്താല റൂട്ടിലെ കുമ്പിടിയിലാണ് പന്നിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ശ്രീവരാഹത്തെ പോലെ പണിതീർത്തതാണ് പന്നിയൂരിലെ വിഗ്രഹവും എന്നും കണക്കാക്കപ്പെടുന്നു. ശ്രീവരാഹത്ത് പ്രതിഷ്ഠ അഭയഹസ്തമാണെങ്കിൽ പന്നിയൂരിൽ ഗദാധാരിയാണ്. ഇത് പ്രകാരം നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വരാഹമൂർത്തി പ്രതിഷ്ഠയാണ് തിരുവനന്തപുരത്തെ ശ്രീവരാഹം ക്ഷേത്രത്തിലേതെന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം രണ്ടാമത് നിർമ്മിക്കുമ്പോൾ, മാർത്താണ്ഡ മഹാരാജ് നിർമ്മിക്കുമ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാന് അഷ്ടബന്ധ കലശവും ചുറ്റമ്പലവും നാലമ്പലവും എല്ലാം കെട്ടി അതിനുശേഷമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുനർനിർമ്മാണം തുടങ്ങുന്നത്. ഇന്ത്യയിലെ പഴയ സങ്കല്പങ്ങളിലൊന്നാണ് വരാഹമൂർത്തി. ഗുജറാത്തിൽ കണ്ടെത്തിയ 8-ാം നൂറ്റാണ്ടിലെ വരാഹ പ്രതിഷ്ഠയിൽ വിഗ്രഹത്തിന്റെ ഇടത്തെ കാൽമുട്ടിൽ താങ്ങി നിർത്തിയ ഭൂഗോളത്തിലാണ് ഭൂമിദേവി നിൽക്കുന്നത്. ഉജ്ജയിനിയിലെ ഗുജാറ രാജാവായ പ്രതിഹര വീരഭോജൻ അറബികളെ പരാജയപ്പെടുത്തിയ ശേഷം ആദിവരാഹസ്ഥാനം തന്റെ പേരിനോടൊപ്പം ചേർത്തിരുന്നു എന്ന് ചരിത്രം പറയുന്നു. വിജയനഗര സാമ്രാജ്യത്തിന്റെ ചിഹ്നം വരാഹമായിരുന്നു. വരാഹ ചിഹ്നം ഉപയോഗിച്ചതുകൊണ്ടാണ് സ്വർണ്ണ നാണയങ്ങൾ വരാഹൻ എന്നറിയപ്പെടാൻ കാരണം. ബഡാമിയിലെ ചാലൂക്യർ നിരവധി വരാഹക്ഷേത്രങ്ങൾ പണിതീർത്തിട്ടുണ്ട്. സൗരാഷ്ട്രയിലെ ദാരുകുല രാജാക്കന്മാരുടെ ചിഹ്നവും വരാഹമായിരുന്നു. വരാഹം കേരളത്തിൽ വന്നത് ഗുജറാത്തിൽ നിന്നോ സൗരാഷ്ട്രയിൽ നിന്നോ ആകാൻ സാധ്യതയുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഭൂവരാഹം, ലക്ഷ്മി വരാഹം, യജ്ഞവരാഹം, കേവലവരാഹം എന്നിവയാണ് വരാഹരൂപങ്ങളിൽ മുഖ്യമായത്. കേരളത്തിന്റെ വടക്കുള്ള പന്നിയൂർ ഗ്രാമക്കാരായ നമ്പൂതിരിമാർ തെക്ക് തിരുവനന്തപുരത്തുള്ള ശ്രീവരാഹം ക്ഷേത്രത്തിൽ എത്താൻ പ്രധാനമായും പറയുന്നത് 2 ഗ്രാമക്കാർ തമ്മിലുള്ള കിടമത്സരമായിരുന്നു. പഴയ മലയാളക്കരയിലെ ശുഗപുരം ഗ്രാമക്കാരും പന്നിയൂർ ഗ്രാമക്കാരും ബദ്ധവൈരികളായിരുന്നു. ശുഗപുരം ഗ്രാമക്കാർ പന്നിയൂരിനെ തകർത്തപ്പോൾ
പ്രാണരക്ഷാർത്ഥം നമ്പൂതിരിമാർ ശ്രീവരാഹത്തേക്കും വന്നിരിക്കാം എന്ന് അനുമാനിക്കപ്പെടുന്നു. ക്ഷേത്ര നിർമ്മാണത്തിൽ വരാഹമൂർത്തിക്ക് ഉപദേവസ്ഥാനം മാത്രമേ നൽകാവൂ എന്നാണ് മത്സ്യപുരാണത്തിലെ വിധി. നരസിംഹത്തിനും ഇത് ബാധകമാണ്. ശ്രീവരാഹം ക്ഷേത്രത്തിൽ പ്രധാന ദേവൻ വരാഹമൂർത്തി തന്നെയാണ്. താന്ത്രിക വിധി ലംഘിക്കാതിരിക്കാനാകണം പ്രതിഷ്ഠ ലക്ഷ്മി വരാഹമൂർത്തി രൂപത്തിലാക്കിയത്. ഒറ്റശിലയിൽ നിർമ്മിച്ച വിഗ്രഹത്തിൽ ലക്ഷ്മി ദേവി വരാഹമൂർത്തിയുടെ ഇടത്തെ തുടമേലിരിക്കുന്നു. ചതുർബാഹുവായ ദേവന്റെ താഴത്തെ ഇടംകൈയ്യ് ദേവിയുടെ അരയെ ചുറ്റി ചേർത്ത് പിടിച്ചിരിക്കുന്നു. ദേവൻ മറ്റു കൈകളിൽ ശംഖും ചക്രവും അഭയമുദ്രയും ധരിച്ചിരിക്കുന്നു. ദേവിക്ക് 2 കൈകളേ ഉള്ളൂ. ഒന്നിൽ താമരപ്പൂവുണ്ട്. പൊതുവേ നമുക്കറിയാം, മൂർത്തികളെല്ലാം കോപാകുലരാണ്. നരസിംഹമൂർത്തിയായാലും വരാഹമൂർത്തിയായാലും അവരുടെ ആ കോപം അകറ്റാൻ വേണ്ടിയാണ് ലക്ഷ്മി ദേവിയെ കൂടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 കാര്യമാണ്. ഒന്ന്, ഫലപ്രാപ്തിയും കിട്ടും. ആദ്യം ഫലം കിട്ടും, പിന്നെ ഫലപ്രാപ്തിയും കിട്ടും. ഈ ക്ഷേത്രം എന്ന് സ്ഥാപിക്കപ്പെട്ടു എന്നതിന് രേഖയൊന്നുമില്ല. ശങ്കുണ്ണി മേനോന്റെ തിരുവിതാംകൂർ ചരിത്രത്തിൽ വർഷപുരാണം ഈ ക്ഷേത്രത്തെപ്പറ്റി പ്രസ്താവമുണ്ടത്രേ. കലിവർഷം തുടങ്ങി 950 ദിവസം ദിവാകര മുനി അനന്തശയന പ്രതിഷ്ഠ നടത്തിയെന്ന് അനന്തശയന മാഹാത്മ്യം എന്ന ഗ്രന്ഥം പ്രസ്താവിക്കുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ ഈ ക്ഷേത്രത്തിന് 5000-ൽ പരം വർഷത്തെ പഴക്കമുണ്ട്. വില്ലുമംഗലം സ്വാമികളെക്കുറിച്ചുള്ള ഐതിഹ്യപ്രകാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പഴക്കം 1200-ൽ പരം വർഷമെന്ന് നിർണയിച്ച് അത്രയും പഴക്കം ഈ ക്ഷേത്രത്തിനും കൽപ്പിക്കാവുന്നതാണ്. ക്രിസ്തുബ്ദം 14-ാം നൂറ്റാണ്ടിനു മുമ്പ് എഴുതപ്പെട്ട അനന്തപുര വർണ്ണനം എന്ന മണിപ്രവാള കൃതിയിൽ പഞ്ചപാണ്ഡവരിൽ വീരനായ അർജുനൻ തിരുവനന്തപുരത്ത് വന്ന് 24 തീർത്ഥങ്ങൾ നിർമ്മിച്ചതായി പറയപ്പെടുന്നു. അവയിലൊന്ന് വരാഹതീർത്ഥമാണ്. കൃതിയിൽ ക്ഷേത്രത്തിന്റെ സൂചനയുമുണ്ട്. ക്ഷേത്രത്തിനു മുന്നിൽ 6 ഏക്കറോളം വിസ്താരത്തിൽ കിടക്കുന്ന കുളമാണ് അർജുനൻ നിർമ്മിച്ച വരാഹതീർത്ഥം. തനിച്ച് 1 കൊല്ലം തീർത്ഥാടനം നടത്തിയ കാലത്തോ മറ്റു പാണ്ഡവരോടും പാഞ്ചാലിയോടും കൂടി വനവാസം ചെയ്ത കാലത്തോ ആണ് അദ്ദേഹം ഇത് നിർമ്മിച്ചത്. അതിൻ പ്രകാരം 5100 വർഷത്തോളം പഴക്കം ഇതിനുണ്ട്. പാണ്ഡവന്മാർ വനവാസകാലത്ത് ഇവിടങ്ങളിൽ കൂടി സഞ്ചരിച്ചതായി പറയപ്പെടുന്നതിന് മഹാഭാരതത്തിൽ സൂചനകളുണ്ട്. അപ്പോൾ അനന്തശയന മാഹാത്മ്യത്തിൽ പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രാരംഭകാലം വിശ്വസനീയമാവാം. അഗസ്ത്യമുനി ആചാരങ്ങളും ആരാധനാരീതികളും പ്രചരിപ്പിക്കാൻ നേരത്തെ തന്നെ ഈ ദിക്കുകളിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ആദ്യകാലത്തുണ്ടായ ക്ഷേത്രങ്ങൾ പിന്നീട് ബുദ്ധ-ജൈന മതങ്ങളുടെ പ്രചാരത്തോടുകൂടി അവഗണിക്കപ്പെട്ട് കാടുകയറി. ആ പശ്ചാത്തലത്തിലാണ് വില്ലുമംഗലം സ്വാമിയാരെക്കുറിച്ചുള്ള ഐതിഹ്യത്തിന്റെ വിശ്വാസ്യത. അതൊരു പുനരുദ്ധാരണത്തിന്റെ സൂചികയുമാവാം. ക്ഷേത്രത്തിൽ ദേവന്റെ ദൃഷ്ടി പടിഞ്ഞാറോട്ടാണ്. ആദ്യകാലത്ത് ദർശനം കിഴക്കോട്ടായിരുന്നത്രേ. ആ ദിക്കിലുള്ളവർക്ക് അടിക്കടി അനർത്ഥങ്ങളുണ്ടായി. അവർ കൂട്ടപ്രാർത്ഥന നടത്തി. അത് കൈക്കൊണ്ട് ദേവൻ സ്വയം പടിഞ്ഞാട്ട് തിരിഞ്ഞ് ഇരിപ്പാവുകയും ചെയ്തു എന്ന ഐതിഹ്യം. ശ്രീവരാഹം ക്ഷേത്രം നായന്മാർക്ക് പ്രാമാണ്യമുണ്ടായിരുന്ന ഊരുസഭയുടെ ഭരണത്തിലായിരുന്നെന്ന് പറഞ്ഞു കേൾക്കുന്നു. മതിലിന് കിഴക്കും വടക്കുമുള്ള ഭാഗങ്ങളിലും ധാരാളം നായർ ഭവനങ്ങളുണ്ടായിരുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എട്ടുവീട്ടിൽ പിള്ളമാരുടെ ശക്തി നശിപ്പിച്ചപ്പോൾ ഇവിടെയും പരിവർത്തനമുണ്ടായി. ഊരുസഭയുടെ അധികാരം നിന്നു. ക്ഷേത്രം രാജനിയന്ത്രണത്തിലായി. കിഴക്കും വടക്കുമുള്ള സ്ഥലങ്ങൾ കൊട്ടാരം വകയായി മാറി. പിന്നീട് രാമയ്യൻ ദളവയുടെ പ്രേരണയിലും പുതിയ അനുകൂല സാഹചര്യങ്ങളിലും ധാരാളം തമിഴ് ബ്രാഹ്മണർ ഇവിടെ വന്ന് താമസം ആരംഭിച്ചു. ചിങ്ങത്തിലെ തിരുവോണമാണ് വിഷ്ണുവിന്റെ തിരുനാൾ. മേടത്തിലെ മൂലമാണ് വരാഹ ജയന്തി. ഈ ക്ഷേത്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും എല്ലാ മാസത്തിലെയും തിരുവോണവും മൂലവും വിശേഷ ദിവസങ്ങളാകുന്നു. മീനമാസത്തിലെ തിരുവാതിരയ്ക്ക് കൊടിയേറി അത്തത്തിന് ആറാട്ടായി 8 ദിവസത്തെ തിരുവുത്സവമുണ്ട്. കൊടിയേറ്റ് നാളിൽ അത്താഴ ശീവേലി കഴിഞ്ഞും മറ്റു ദിവസങ്ങളിൽ പള്ളിവേട്ട വരെ ഉച്ചയ്ക്കും രാത്രിയിലും ശ്രീഭൂതബലി പതിവാണ്. 2ാം ഉത്സവം മുതൽ പള്ളിവേട്ട വരെ എന്നും നവകവുമുണ്ട്. കിഴക്കേ ഗ്രാമത്തിലാണ് പള്ളിവേട്ട. ആറാട്ടു ദിവസം കാലത്ത് ആറാട്ട് ബലി കഴിഞ്ഞ് ബിംബം ആറാട്ടിനായി എഴുന്നള്ളിക്കും. ശ്രീ പത്മനാഭൻ ശംഖുമുഖത്ത് ആറാട്ടിനു പോകുമ്പോൾ കൂടെ പോയി ആറാടും. ക്ഷേത്രത്തിന് കിഴക്കും പടിഞ്ഞാറും ഗോപുരങ്ങളും ആനക്കൊട്ടിലുമുണ്ട്. കിഴക്കേ ഗോപുരം പണിയിച്ചത് കൊല്ലം 1107-ലാണ്. വടക്കേ മതിൽക്കെട്ടിന്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള നടയിലൂടെയോ പടിഞ്ഞാറേ ഗോപുരത്തിലൂടെയോ ചെന്നാൽ
നേരെ തിരുനടയിലെത്താവുന്നതാണ്. ശ്രീകോവിലും മുഖമണ്ഡപവും ചെമ്പുമേഞ്ഞതാണ്. പടിഞ്ഞാറോട്ട് ദർശനം ഈ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ രാവിലെ വരുന്ന ഒരു ഭക്തന് ഉദയകിരണം അവൻ്റെ അറിവ് അജ്ഞതായത് മാറ്റി അറിവ് ആ കിരണത്തിലൂടെ ലഭിക്കുകയാണ്. ഒപ്പം ഭഗവാന്റെ ദർശനവും അനുഗ്രഹവും. ശ്രീകോവിലിന് വെളിയിൽ കന്നിമൂലയിൽ ഗണപതി പ്രതിഷ്ഠയുണ്ട്. അകത്തെ ദർശനത്തിന് ശേഷം നാലമ്പലത്തിന് പുറത്ത് പ്രദക്ഷിണമായി ചെല്ലുമ്പോൾ വായുകോണിൽ ധാരാളം നാഗപ്രതിഷ്ഠകളുള്ള ആൽത്തറയോട് ചേർന്ന് കിഴക്കുവശത്ത് കിഴക്കോട്ട് ദർശനമായി ഒരു കൊച്ചു കോവിൽ കാണാം. ഇതിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതിയെയും ശാസ്താവിനെയും സുബ്രഹ്മണ്യനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഏറെ പഴക്കമുള്ള ശിലാവിഗ്രഹങ്ങളാണ് ഇവ. നിറയെ നാഗപ്രതിഷ്ഠകളുള്ള വേറെ ആൽത്തറകളും തിരുമുറ്റത്ത് കാണാവുന്നതാണ്. പഴയ നായർ തറവാടുകൾ വക കാവുകളിൽ നിന്ന് ഓരോ കാലത്തായി സ്ഥലം മാറി വന്നവയായിരിക്കണം ഈ മതിൽക്കകത്തെ നാഗരൊഴിച്ചുള്ള നാഗപ്രതിഷ്ഠകൾ. മംഗലാപുരം നിവാസികളായ കുഞ്ചിത്തായ മനക്കാരാണ് കാരാൺമയായി ശാന്തി നടത്തുന്നത്. നിത്യവും 5 പൂജയും 3 ശീവേലിയുമുണ്ട്. ക്ഷേത്ര സാധാരണങ്ങളായ എല്ലാ വഴിപാടുകളും ഇവിടെ നടത്താം. ലക്ഷാർച്ചനയാണ് മുഖ്യ വഴിപാട്. ഇതിനോടൊപ്പം ഗരുഡൻ എഴുന്നള്ളിപ്പും നടത്തിക്കാറുണ്ട്. തീർത്ഥകുളത്തിന്റെ നടുക്കുള്ള തെപ്പം ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് പണിയിച്ചതാണ്. രാജവാഴ്ച അവസാനിച്ചതിനു ശേഷം ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലായി. കേരളത്തിൽ ലക്ഷ്മി വരാഹ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീവരാഹം ലക്ഷ്മി വരാഹം ക്ഷേത്രം പഴമ കൊണ്ടും കേരളത്തിൽ ഒന്നാമത് തന്നെ. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മോക്ഷദായകമായ ദർശന സൗഭാഗ്യം നുകർന്ന് ജന്മപാപങ്ങളെ കഴുകിക്കളയാൻ ഈ ദേവസ്ഥാനത്തെ ദർശനം പര്യാപ്തമാകുന്നു.